അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഇബ്ലീസ് ത്വരീഖത്തുകാരോട് 5 ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ഇപ്പോഴും മറുപടിയില്ല. എന്തായിരുന്നു വീരവാദം? നിങ്ങളൊരു വീഡിയോ ഇറക്കിയാൽ തൊട്ടടുത്ത ദിവസം ഞങ്ങൾ മറുപടി പറഞ്ഞിരിക്കുമെന്നാണ്. ഞങ്ങളിനി യാത്രയിലോ മറ്റോ ഒക്കെ തിരക്കാണെങ്കിൽ 2 ദിവസം കഴിഞ്ഞിട്ടാണെങ്കിലും മറുപടി പറയുമെന്നൊക്കെ വീരവാദം മുഴക്കിയ ഇബ്ലീസ് ത്വരീഖത്തിൻ്റെ വലിയ കോളാമ്പി അതിനുശേഷം എത്ര പ്രസംഗം നടത്തി. പക്ഷെ നമ്മുടെ 5 ചോദ്യങ്ങളെ നേരിടാൻ കെൽപ്പില്ലാതെ ഒളിച്ചോടിക്കൊണ്ടിരിക്കുകയാണ്. ആ ചോദ്യങ്ങൾ ഇവരുടെ മർമ്മത്താണ് തറച്ചത് എന്ന് ആർക്കും ബോധ്യപ്പെടും, അതിവർക്കും ബോധ്യപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഒരു മറുപടിയും ആ വിഷയത്തെക്കുറിച്ച് പറയുന്നു പോലുമില്ല. ഇന്നലെ ഇപ്പോൾ പൂനൂരും ഈ ഇബ്ലീസ് ത്വരീഖത്തുകാരുടെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. അവിടെ വെച്ചെങ്കിലും എൻ്റെ ആ ചോദ്യങ്ങൾക്ക് മറുപടി പറയുമെന്ന് ഞാൻ വിചാരിച്ച് ആ വീഡിയോ മുഴുവനും കണ്ടു. ഇല്ല, എവിടെയും എൻ്റെ ചോദ്യങ്ങൾക്ക് മറുപടിയില്ല. എന്ന് പറഞ്ഞാൽ ആയുധം വെച്ച് കീഴടങ്ങി മുമ്പുണ്ടായിരുന്ന വീരവാദവും ഊക്കുമൊന്നും ഇപ്പം കാണാനേയില്ല. പിന്നെ ഞാൻ ആ പ്രസംഗം മുഴുവനും കണ്ടു നോക്കിയപ്പോൾ ആകെ പറഞ്ഞു വെച്ചത് ഞങ്ങൾ ശംസുൽ ഉലമയുടെ ആളുകളാണെന്നാണ്. ഇപ്പം നിങ്ങൾക്കറിയാം, സുന്നികൾ ദൗർഭാഗ്യകരമായ ഒരു പിളർപ്പുണ്ടായ സാഹചര്യമുണ്ടായി. ആ പിളർപ്പ് ദൗർഭാഗ്യകരമാണെങ്കിലും മറ്റൊരു വീക്ഷണത്തിലൂടെ സമുദായത്തിനത് നേട്ടവുമാണ്. എന്തോ ആകട്ടെ, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ആ പിളർപ്പുണ്ടായ സാഹചര്യത്തിൽ സ്വാഭാവികമായും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പലതും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇന്ന് സുന്നികൾ ഐക്യപ്പെടണമെന്ന് ഇരു കൂട്ടരും നന്നായി ആഗ്രഹിക്കുന്നുണ്ട്. അതിനുവേണ്ടിയുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്, അതിനുവേണ്ടിയുള്ള ഇടപെടലുകൾ നടക്കുന്നുണ്ട്. ഈ ചർച്ചകൾ നടക്കുമ്പോൾ ഇബ്ലീസ് ത്വരീഖത്തുകാർക്ക് വല്ലാത്തൊരു അസ്വസ്ഥത. ഇബ്ലീസിന് അങ്ങനെയാണല്ലോ, മുഅ്മിനീങ്ങൾ ഐക്യപ്പെടുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഇബ്ലീസിന് അസ്വസ്ഥതയുണ്ടാകും. അത് അവൻ്റെ അനുയായികളായ ഇബ്ലീസ് ത്വരീഖത്തുകാർക്കുമുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഐക്യത്തെ എങ്ങനെയെങ്കിലും തകർക്കാൻ വേണ്ടി നാടൊട്ടുക്കും ഞങ്ങൾ ശംസുൽ ഉലമയുടെ ആളുകളാണ്, ശംസുൽ ഉലമ ഈ വിഭാഗത്തെക്കുറിച്ച് പണ്ടേ തന്നെ സുന്നിയല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്, ചെറുശ്ശേരി ഉസ്താദ് പറഞ്ഞിട്ടുണ്ട്, വേറെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പ്രസംഗിച്ച് നടക്കാൻ. ഇതിൻ്റെ ഉദ്ദേശം എന്താണെന്നറിയോ? ഇവരിങ്ങനെ ശംസുൽ ഉലമയുടെ അല്ലെങ്കിൽ ചെറുശ്ശേരി ഉസ്താദിൻ്റെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഉസ്താദിൻ്റെ പ്രസംഗത്തിൻ്റെ ക്ലിപ്പിങ്ങോട്ട് ഇടുമ്പോൾ നമ്മളത് ഏറ്റുപിടിച്ച് ശംസുൽ ഉലമയെ ചീത്ത വിളിക്കുമെന്നാണ് ഈ സാധു കരുതിയത്. അല്ലെങ്കിൽ ചെറുശ്ശേരി ഉസ്താദിനെ കുറ്റപ്പെടുത്തുമെന്നാണ് ഇയാൾ മനസ്സിലാക്കിയത്. അങ്ങനെ കുറ്റപ്പെടുത്തുമ്പോൾ സുന്നികൾക്കിടയിൽ ഉണ്ടാകുന്ന ആ ഒരു ഐക്യസാധ്യത തകരാനുള്ള എന്തെങ്കിലുമൊക്കെ ഒരു വഴി ഉണ്ടായാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ പണിയെടുക്കുന്നത്. പിശാചിൻ്റെ, ശൈത്വാനിൻ്റെ, ഇബ്ലീസിൻ്റെ സ്വഭാവം നാടൊട്ടുക്കും പറഞ്ഞു നടക്കാൻ ശംസുൽ ഉലമ പറഞ്ഞിട്ടുണ്ടത്രേ ഇവർ സുന്നികളല്ല എന്ന്. പൂനൂര് വന്നും അത് കേൾപ്പിക്കുന്നുണ്ട്. സുന്നി അല്ലാതായി പറയുന്നത് വളരെ ചിന്തിക്കണത് ശരിക്കും കേട്ടോളി. ആ വാക്കുകൾ അത് മനഃപ്പാടമാക്കേണ്ട വാക്കുകളാണ്. ഒന്നോട്ടെ. ഇവർക്ക് ഈ സമുദായത്തെ ഭിന്നിപ്പിക്കാൻ സാധിക്കുന്നതല്ല, ഞങ്ങൾ അതിന് അനുവദിക്കുന്നില്ല. സമസ്ത കേരള ജമിയത്തുൽ ഉലമയിലെ ഒരു രോമം പറയാൻ ഇവർക്ക് സാധിക്കില്ല. അതിന് യാതൊന്നും സംഭവിച്ചിട്ടുമില്ല. അതിൽ നിന്ന് പുറത്തുപോയി കുറെ മൂന്നാലാൾ പുറത്തുപോയി അത് കൂടിയത് കൊണ്ടിട്ട് ഒരു കാര്യമൊന്നുമില്ല. ഇത് ദുനിയാവൂല. ഞങ്ങളാണ് സുന്നി എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ അംഗീകരിക്കുകയില്ല. ഇത് വളരെ വ്യക്തമായ പ്രഖ്യാപനാണ്. എന്താ ഇതിൽ പറഞ്ഞ? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ നിന്ന് പുറത്തുപോയവർ. അതെ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ നിന്ന് പുറത്തുപോയവർ. ഇതൊക്കെ ഇ കെ ഉസ്താദ് പ്രസംഗിച്ചിട്ടുണ്ട്. ഒരു കാലത്ത് ഇ കെ ഉസ്താദ് അങ്ങനെയൊക്കെ പ്രസംഗിച്ചിട്ടുണ്ടെങ്കിലും അതേ ഇ കെ ഉസ്താദ് തന്നെ വഫാത്തിൻ്റെ മുമ്പ് ഇതേ ആളുകളുമായി ഐക്യപ്പെടണമെന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പലരോടും പറയുകയും ചെയ്തിട്ടുണ്ട്. ഇ കെ ഉസ്താദ് അങ്ങനെ വെറുതെ പറയില്ലല്ലോ. ഇ കെ ഉസ്താദ് നിർദ്ദേശത്തിനനുസരിച്ച്, പറയാൻ പറഞ്ഞതിനനുസരിച്ച് പറയുന്ന ആളാണെന്നല്ലേ നൗഷാദ് ഇന്നലെയും പറഞ്ഞത്. ഒരുത്തന്നോട് ചോദിക്കുക, എന്തിനാ ഇ കെ പറഞ്ഞത്? ഇ കെ ഉസ്താദ് എന്തിനാ പറഞ്ഞത്? നമ്മളോട് ചോദിച്ചത് കാര്യമുണ്ടോ? നിങ്ങളെ പണിയോട് പറഞ്ഞതാ. നിങ്ങളെ നോക്കിയപ്പോൾ നിങ്ങൾ സുന്നി റൂട്ടിലല്ല ഉള്ളത്. വരാൻ പോകുന്ന കാര്യം അറിയുന്ന ആളുമാണ് മൂപ്പര്. അത് പറഞ്ഞിട്ട് പറയാണ്, പറഞ്ഞിട്ട് പറയാണ്. അതെ, ശംസുൽ ഉലമയോട് പറയാൻ പറഞ്ഞിട്ടാണ് ശംസുൽ ഉലമ പറയുന്നത്. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ വരാൻ പോകുന്ന കാര്യങ്ങൾ അറിയുന്ന ആളാണെന്നും ഇവൻ പറഞ്ഞു. പിന്നെ ഇവനോട് എല്ലാവരും ചോദിക്കൂട്ടോ. എല്ലാ ആളുകളും ഇവനോട് ഫോൺ വിളിച്ചിട്ടാണ് ലോകത്ത് നടക്കുന്ന മുഴുവൻ കാര്യങ്ങളെക്കുറിച്ചും ചോദിക്കുന്നത്.
എന്തോ ആകട്ടെ, അതേ ശംസുൽ ഉലമ തന്നെ പിളർപ്പിൻ്റെ സമയത്ത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അവിടുത്തെ അവസാന സമയത്ത് സുന്നികൾ ഐക്യപ്പെടണമെന്ന് ആഗ്രഹിച്ചിട്ടില്ലേ? അബ്ദുറഹ്മാൻ കല്ലായി എന്ന് പറയുന്ന ഒരാൾ ചന്ദ്രികയിൽ ഒരു ലേഖനം എഴുതിയിട്ടില്ലേ? ആ ലേഖനമല്ലേ നിങ്ങൾ ഈ കാണുന്നത്? ശംസുൽ ഉലമയുടെ അന്ത്യാഭിലാഷമാണ് സുന്നികൾ ഐക്യപ്പെടുക എന്നത് എന്ന് ശംസുൽ ഉലമയുമായി ബന്ധമുള്ള അബ്ദുറഹ്മാൻ കല്ലായി കൃത്യമായി ചന്ദ്രികയിൽ ലേഖനം എഴുതി. നിങ്ങൾക്കെന്താ ശംസുൽ ഉലമയുമായി ബന്ധം? ആരുപോയ ചെയ്ത്താനെ പോലെ കറങ്ങി നടന്ന് ഈ പ്രസ്ഥാനത്തിൽ നിന്ന് പുറത്താക്കി, അതിനുശേഷം പല സ്ഥലത്തും കയറിക്കൂടാൻ വേണ്ടി അവരുടെ തിണ്ണ നിറങ്ങി, അവസാനം അവിടെയൊന്നും അവർ പരിഗണിക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയിട്ട് ഏറ്റവും ഒടുവിൽ ഈ ഇബ്ലീസ് ത്വരീഖത്തിൽ പോയി പെട്ട് ഇപ്പം ശംസുൽ ഉലമയുടെ ആളുകളാണ് ഞങ്ങളെന്ന് പ്രസംഗിച്ച് നടക്കുന്ന കൂട്ടരെ, നിങ്ങൾക്കെന്താ ശംസുൽ ഉലമയുമായി ബന്ധം? അബ്ദുറഹ്മാൻ ഖല്ലായിയെ പോലെയുള്ള ആളുകൾ ശംസുൽ ഉലമയെ അറിയുന്നതുപോലെ, പരിചയപ്പെട്ടതുപോലെ, മനസ്സിലാക്കിയതുപോലെ നിങ്ങൾ എവിടെ കൂട്ടരെ മനസ്സിലാക്കിയത്? ആ അബ്ദുറഹ്മാൻ കല്ലായിയാണ് വ്യക്തമായിട്ട് എഴുതിയത് ശംസുൽ ഉലമയുടെ അന്ത്യാഭിലാഷമാണ് ഇത് എന്ന്. ഇവൻ ഇങ്ങനെ നാടൊട്ടുക്കും ഇതിങ്ങനെ പറഞ്ഞു നടന്നപ്പോൾ ഏതോ ഒരാൾ ഇവനോട് ചോദിച്ചുവത്രേ. ഇവനോടാണല്ലോ എല്ലാവരും ചോദിക്കുന്നത്. ആരോ ചോദിച്ചുവത്രേ, ശംസുൽ ഉലമയുടെ അന്ത്യാഭിലാഷം അതായിരുന്നു, സുന്നികൾ ഐക്യപ്പെടണമെന്നായിരുന്നു എന്ന്. സുന്നികളല്ലാത്തവരുമായി ഐക്യപ്പെടണമെന്ന് ശംസുൽ ഉലമ പറയില്ലല്ലോ. ശംസുൽ ഉലമ നിർദ്ദേശത്തിനനുസരിച്ചല്ലാതെ പറയില്ല എന്നാണല്ലോ നൗഷാദ് പറയുന്നത്. വരാൻ പോകുന്ന കാര്യം അറിയുന്ന ആളാണ് ശംസുൽ ഉലമ എന്നല്ലേ നൗഷാദ് പറയുന്നത്. ആ ശംസുൽ ഉലമ സുന്നികൾ ഐക്യപ്പെടണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്, അതിനുവേണ്ടി പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ ഇവനെ വിളിച്ച് സംസാരിച്ച ആരോ പറഞ്ഞപ്പോൾ ഇവൻ ചോദിക്കുകയാണ് തെളിവെവിടെ എന്ന്. ഒരാളെ വിളിച്ചിട്ട് പറഞ്ഞു, ശംസുൽ ഉലമ അവസാനം നന്നായിട്ടുണ്ടല്ലോ ഞങ്ങളായിട്ട്. ഓ, എന്നാ തെളിവുണ്ടൊരു ശംസുൽ ഉലമ നന്നായി എന്നുള്ളതിന് തെളിവുണ്ടുവാ. അപ്പൊ ആ വിളിച്ച ആള് തെളിവായിട്ട് അബ്ദുറഹ്മാൻ കല്ലായി എഴുതിയ ചന്ദ്രികയിൽ വന്ന ലേഖനം കാണിച്ചു കൊടുത്തു. എന്താണ് ആ ലേഖനത്തിലുള്ളത്? സമസ്തയിലെ യോജിപ്പ്, ശംസുൽ ഉലമയുടെ അന്ത്യാഭിലാഷം, യോജിക്കണമെന്നത് ശംസുൽ ഉലമയുടെ അവസാനത്തെ ആഗ്രഹമാണ് എന്ന് കൃത്യമായി എഴുതുകയാണ്. സുന്നികളുമായിട്ടല്ലേ യോജിപ്പുണ്ടാക്കാൻ പറ്റൂ? അപ്പൊ മുമ്പൊരിക്കൽ ശംസുൽ ഉലമ അങ്ങനെ പ്രസംഗിച്ചതോ അതാ സാഹചര്യവുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രസംഗമാണ്. അത് തിരുത്തണമെന്ന് മഹാനവറുകൾക്ക് ആഗ്രഹമുണ്ടായപ്പോൾ അടുത്ത ആളുകളോട് മഹാനവറുകൾ അത് ആവശ്യപ്പെടുകയും നിർദ്ദേശിക്കുകയും ചെയ്തു എന്നൊക്കെ സൂചിപ്പിച്ചുകൊണ്ട് കൃത്യമായൊരു ലേഖനം കല്ലായി എഴുതിയപ്പോൾ ആ തെളിവ് ചെങ്ങാതിക്ക് കൊടുത്തപ്പോൾ അത് അംഗീകരിക്കാൻ മനസ്സനുവദിക്കുന്നില്ല. കാരണം ലക്ഷ്യം എന്താണ്? എങ്ങനെയെങ്കിലും സുന്നികൾ ഐക്യപ്പെടാനുള്ള സാധ്യതയെ തകർക്കുക. അതുകൊണ്ട് തന്നെ വസ്തുത അംഗീകരിക്കാൻ ഇവരുടെ മനസ്സനുവദിക്കില്ല. എന്നിട്ട് പറയുന്ന ന്യായം എന്താണ്? ശംസുൽ ഉലമ നന്നായി എന്നുള്ളതിന് തെളിവുണ്ടുവാ. അപ്പൊ ആരോ ലേഖനം എഴുതിയാലോ നന്നാകാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. അതുണ്ടാവില്ല, ഞങ്ങൾക്കും ആഗ്രഹം ഉണ്ട് നിങ്ങളൊന്ന് നന്നായി കിട്ടാൻ. അതാർക്കും ആഗ്രഹം ഉണ്ടാവും. പ്രത്യേകിച്ച് ശംസുൽ ഉലമയുടെ ശിഷ്യന്മാരിൽപ്പെട്ട ആളുകളല്ലേ ഇവര്. അപ്പോൾ ഒരു ഉസ്താദ് ആഗ്രഹിക്കും, ഞാൻ മൗത്താകുന്നതിന് മുമ്പ് പഹയന്മാരൊക്കെ ഒന്ന് നന്നായി കിട്ടിയാൽ. അത് നല്ല ആഗ്രഹമാണ്, പക്ഷെ നിങ്ങൾ നന്നാകണില്ല. അതല്ലേ പ്രശ്നം. ചാൻസ് നിങ്ങൾക്കുണ്ടല്ലോ, ഇബ്ലീസ് നടക്കണ്ടല്ലേ, അത് നിങ്ങളുടെ ഏതായാലും ഒഴിവില്ല. എന്താണ് ഉഷാദ് ഇപ്പോൾ ഒഴിവില്ലാതായി പോയത്? നിങ്ങൾ വീഡിയോ ഇറക്കിയാൽ പിറ്റേ ദിവസം മറുപടി പറയും ഞാൻ എന്നൊക്കെ വലിയ വീരവാദം മുഴക്കിയിട്ട് ഇപ്പം എന്താ ഒഴിവില്ലാത്തത്? എത്ര പ്രസംഗം കഴിഞ്ഞു, എന്താ മറുപടി ഇല്ലാത്തത്? എന്നിട്ട് എന്താ ഇപ്പൊ പറഞ്ഞത്? അത് ആർക്കും ആഗ്രഹം ഉണ്ടാവില്ലേ അവരൊന്ന് നന്നായി കിട്ടണമെന്ന്? ഞങ്ങൾക്കും ആഗ്രഹമില്ലേ നിങ്ങളൊന്ന് നന്നാകണമെന്ന്? മൂപ്പർക്ക് ആഗ്രഹം ഉണ്ടത്രേ നമ്മൾ നന്നാകണമെന്ന്. എന്നാ ശംസുൽ ഉലമ പറഞ്ഞത് അവരൊന്ന് നന്നായി കിട്ടണമെന്നാണോ? ഇബ്ലീസ് ത്വരീഖത്തിന്റെ മുഖ്യ കോളാമ്പി കാട്ടുവളപ്പിൽ നൗഷാദെ, പച്ച മലയാളമല്ലേ വായിക്കുന്നത്? സമസ്തയിലെ യോജിപ്പ്, യോജിച്ചു പോകണമെന്നാണ്. ഇത് എഴുത്തു മാത്രമല്ല, ഇനി കല്ലായിയുടെ പ്രസംഗം കേൾക്കണോ നൗഷാദെ? ആ 89-ൽ നമ്മൾ 5-6 ആളുകളെ പുറത്താക്കി. അതിലൊന്ന് ബഹുമാനപ്പെട്ട കാന്തപുരം എ പി അബ്ദുൽ മുസ്ലിയാരാണ്. നിർഭാഗ്യമാണ് അയാൾ പുറത്താക്കി. അല്ലെങ്കിൽ ഇപ്പോൾ സമസ്തന്റെ 100ാം വാർഷികം പ്രഖ്യാപിക്കേണ്ടത് അയാളായിരിക്കും. അത്ര സീനിയോറിറ്റിയുള്ള, അത്ര കഴിവുള്ള ആളാണ്. അത്ര സീനിയോറിറ്റി സമസ്തയിൽ പാരമ്പര്യം, അത്രമാത്രം കഴിവുണ്ട്. ഇന്ന് സമസ്തയെ ഒന്നിച്ചു നയിക്കാൻ മാത്രം കഴിവുള്ള ആളാണ്. കഴിയെങ്കിൽ അയാൾ ഇതിനെ യോജിപ്പിക്കാൻ വേണ്ടത് ഈ സമയത്ത്. ശൈഖുനാ ശംസുൽ ഉലമ ആഗ്രഹിച്ചിരുന്നല്ലോ യോജിപ്പിക്കും. ശംസുൽ ഉലമ ആഗ്രഹിച്ചിരുന്നു ഞാൻ ചന്ദ്രികയിൽ എഴുതിയിട്ടില്ലേ? ശൈഖുനാ വഫാത്തിന് ശേഷം കാന്തപുരത്തിൻ്റെ പുസ്തകത്തിലുണ്ട്, കാന്തപുരം എഴുതിയിട്ടുണ്ട്.
ഷെയ്ഖുന അവസാന കാലത്ത് ഐക്യം ആഗ്രഹിച്ചിരുന്നു എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഈ കാര്യം ഷെയ്ഖുനയുടെ വഫാത്തിന് ശേഷം ചന്ദ്രയിൽ അബ്ദുറഹിമാൻ കല്ലായി എഴുതിയിട്ടുണ്ട് എന്ന് കാന്തപുരത്തിൻ്റെ പുസ്തകത്തിൽ, അയാൾ സ്വയം ജീവചരിത്രം എഴുതിയിട്ടില്ല ആ പുസ്തകത്തിൽ. അപ്പോൾ ഞാൻ പറയുന്നു, ഇപ്പം ജാതിയൊക്കെ നടത്തിയല്ലോ, 2 ജാഥ കഴിഞ്ഞു. അയാളെ ജാതി മോശമൊന്നുമല്ല, ഗംഭീര ജാതിയാണ് നടത്തിയത്, നമ്മൾ സമ്മതിക്കണം അല്ലേ? തിരുവനന്തപുരത്തേക്ക് എന്താ ജനക്കൂട്ടം, അസൂയ തോന്നും കണ്ടാൽ. അതെ, കണ്ടാൽ അസൂയ തോന്നും. ആർക്കും അസൂയ തോന്നിപ്പോകും. കാന്തപുരം ഉസ്താദിന്റെ പ്രസ്ഥാനം തിരുവനന്തപുരത്ത് വെച്ച് നടത്തിയ ഒരു ജാഥയെക്കുറിച്ച് അബ്ദുറഹ്മാൻ കല്ലായി പറയുന്നതാണ്. അതിനു മുമ്പാണ് അദ്ദേഹം പറഞ്ഞത് ശംസുൽ ഉലമയുടെ അന്ത്യാഭിലാഷമായിരുന്നു ഐക്യപ്പെടണമെന്നത്. ബിദ്അത്തുകാരനുമായി ഐക്യപ്പെടാൻ മഹാനായ ശംസുൽ ഉലമ ആഗ്രഹിക്കുമോ നൗഷാദെ? അപ്പോൾ മഹാനവറുകളുടെ അവസാന സമയം എങ്ങനെയെങ്കിലും ഒന്ന് യോജിപ്പിലെത്തണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. ആ ശംസുൽ ഉലമ പിളർപ്പിൻ്റെ സമയത്ത് പറഞ്ഞ ചില വാചകങ്ങളൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് കുത്തിത്തിരിപ്പുണ്ടാക്കാൻ നോക്കുകയാണ്. എന്തൊരു ദുഷിച്ച മനസ്സാണ് ഈ വർഗങ്ങളുടേത് എന്ന് മാത്രമല്ല, ഇവൻ ഇന്നലെ പൂനൂര് വെച്ച് പറഞ്ഞതെന്താണെന്നറിയോ? ശംസുൽ ഉലമയുടെ അതേ മാർഗത്തിലാണ് ബഹുമാനപ്പെട്ട സയ്യിദ് ജിഫിരി മുത്തുക്കോയ തങ്ങളെന്നാണ്. പറയട്ടെ, ശംസുൽ ഉലമ എന്ന് പറയുന്ന മഹത്തായ ഒരു ആദർശം, ആ ആദർശത്തെ ഇന്ന് നെഞ്ചിലേറ്റുന്ന ഉലമ ഇവിടെ ഉണ്ട്. ഞാൻ പറഞ്ഞു, സമസ്തയുടെ ആധികാരിക ശബ്ദമായി നമുക്കൊന്ന് പറയാൻ പറ്റുന്ന ആളാണ് ജിഫിരി മുത്തുക്കോയ തങ്ങൾ ഉപ്പാപ്പ. ആ ആധികാരിക ശബ്ദമായ ബഹുമാനപ്പെട്ട ജിഫിരി മുത്തുക്കോയ തങ്ങൾ അവരെന്താണ് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിനെയും പ്രസ്ഥാനത്തെയും കുറിച്ച് പറഞ്ഞത്? സുന്നികളല്ലെന്നാണോ? ശംസുൽ ഉലമയുടെ അതേ ആദർശത്തിലുള്ള ബഹുമാനപ്പെട്ട സയ്യിദ് ജിഫിരി മുത്തുക്കോയ തങ്ങൾ പറയുന്നത് കേൾക്ക്. ഞങ്ങൾ സുന്നികൾ തമ്മിൽ വലിയ എതിർപ്പുകളൊക്കെ ഉണ്ടാവും സംഘടനാപരമായിട്ട്. അത് കണ്ട് ഞങ്ങൾ വയ്യാലെ കൂടണ്ട, ഞങ്ങൾ ഒറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞങ്ങളൊക്കെ ആവശ്യം വരുമ്പോൾ ഞങ്ങളൊക്കെ ഈ സുന്നത്ത് ജമാഅത്തിനെതിരിൽ ആര് ശബ്ദിച്ചാലും എല്ലാ സുന്നികളും ഒന്ന് തന്നെ ആയിരിക്കും. അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ബഹുമാനപ്പെട്ട സയ്യിദ് ജിഫിരി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞില്ലേ, അതൊക്കെ ആൺകുട്ടികളുടെ വർത്താനാണ്. ഞങ്ങൾ സുന്നികളൊക്കെ ഒന്നായിരിക്കുമെന്ന ഒരു പ്രശ്നം വരുമ്പോൾ സംഘടനാപരമായി ഞങ്ങൾക്കിടയിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അത് കണ്ടിട്ട് അവരുടെ പിന്നാലെ കൂടണ്ട. ഇബ്ലീസ് ത്വരീഖത്തുകാരെ, നിങ്ങളോടും കൂടിയാണ് സയ്യിദുൽ ഉലമ ഈ പറഞ്ഞത്. നിങ്ങളിപ്പോൾ ഈ കുളം കലക്കി എങ്ങനെയെങ്കിലും അതിനകത്ത് നിന്ന് മീൻ പിടിക്കാൻ നടത്തുന്ന ഈ ശ്രമം ഉണ്ടല്ലോ, അതും കൂടി ഇതിലൊക്കെ പെട്ടതാണ്. ഞങ്ങൾ സുന്നികൾ ഒരു പ്രശ്നം വരുമ്പോൾ ഒറ്റക്കെട്ടാണ്. ഇബ്ലീസ് ത്വരീഖത്തുകാർ അതിലില്ലട്ടോ. നിങ്ങൾ ഇബ്ലീസ് ത്വരീഖത്തുകാർ ഈ അസൂയയും ഈ കുനിഷ്ടും ഈ കുരുന്തും ഈ കുന്നായ്മയുമായിട്ട് ഇങ്ങനെ കാലം കഴിക്കാമെന്നല്ലാതെ, ഇപ്പം അബ്ദുറഹ്മാൻ കല്ലായി പറഞ്ഞതുപോലെ കണ്ടാൽ അസൂയ തോന്നുമെന്ന് പറഞ്ഞില്ലേ? കാന്തപുരം ഉസ്താദിന്റെ പ്രസ്ഥാനത്തിന്റെ ഒരു ജാഥ കണ്ടപ്പോൾ അബ്ദുറഹ്മാൻ കല്ലായി കണ്ടാൽ അസൂയ തോന്നുമെന്ന് പറഞ്ഞത് അത് അനുവദനീയമായ ജായിസായ അസൂയയാണ്. പക്ഷെ നിന്റെയൊന്നും അസൂയ അതല്ല. എങ്ങനെയെങ്കിലും ഈ സമൂഹം നശിച്ചു കാണണമെന്ന അസൂയ. ആ അസൂയപ്പുറത്ത് അബ്ദുറഹ്മാൻ കല്ലായി പറഞ്ഞ ആ ജാഥയെക്കുറിച്ച് ഈ കുരുവട്ടൂർ മുഖ്യ കോളാമ്പി പറയുന്നത് കേൾക്ക്. ഇന്നലെ തിരുവനന്തപുരത്ത് വലിയ പരിപാടിയാക്കാൻ തീരുമാനിച്ചതായിരുന്നു. അതിന് മുമ്പ് ഇവിടെയൊക്കെ വലിയ പരസ്യം നടത്തി കേരളത്തിലുള്ള എല്ലാവരും അവിടെ വരണം. 3ാം കേരള യാത്രയുടെ സമാപനാണ്. ആകെ 4 ആളാ വന്ന, അതിന് മുത്താലിമീങ്ങളാണ്. അസൂയ കൊണ്ട് പറയണാണേ. കാരണം ഇവറ്റകൾ എവിടെ പരിപാടി നടത്തിയാലും ഈ 3-4 മുമ്പിലുണ്ടാകൂ. ഇപ്പോൾ കുറച്ച് നാളുകൾക്ക് മുമ്പ് മമ്പുറത്ത് വെച്ച് നടത്തിയ ഒരു പരിപാടി നോക്കൂ. അതിൻ്റെ വേദിയാണ് നിങ്ങൾ ഈ കാണുന്നത്. ആകെ ഒരു 10-12 ഉള്ളൂ. അതിനകത്ത് നിന്ന് തന്നെ ഒരാൾ എഴുന്നേറ്റ് പോവുകയും ചെയ്തു. ഈ കോലത്തിൽ പരിപാടി നടത്തുന്ന ആളുകൾക്ക് 10,000-കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ ഒരുമിച്ച് കൂടുന്നത് കാണുമ്പോൾ അസൂയ ഉണ്ടാകാതിരിക്കോ? എന്നാൽ ഇതിലും വലിയ രസം എന്താണെന്നറിയോ? 3-4 തലേക്കെട്ടുകാരുണ്ട് എന്ന് പറഞ്ഞ അതേ ആള് അതേ നാവ് കൊണ്ട് തന്നെ അതേ പരിപാടിയെക്കുറിച്ച് പറയാണ് റോഡ് മുഴുവനും ബ്ലോക്കാക്കിയെന്ന്. നടന്നിട്ട് സകല വണ്ടിയും ബ്ലോക്കായി. അത് തന്നെ തലസ്ഥാന നഗരിയിൽ പ്രധാനപ്പെട്ട റോഡുകൾ മുഴുവനും ബ്ലോക്കാക്കി. മണിക്കൂറുകളോളം റോഡ് ബ്ലോക്കാകണമെങ്കിൽ നൗഷാദെ 4-5 തലേക്കെട്ടുകാരെ കൊണ്ട് മാത്രം കഴിയോ? ഈ പറയുന്നതൊക്കെ വല്ല അന്തത്തോടെയുമാണോ, അതോ വല്ലതും വലിച്ചു കയറ്റിയിട്ടുണ്ടോ? കഴിഞ്ഞ ദിവസം ആഭ്യന്തരമന്ത്രിയെ കണ്ട് ഓപ്പറേഷൻ തൂഫാനിന് പിന്തുണയൊക്കെ അറിയിച്ചിട്ടുണ്ട്. എന്താണോ എന്തോ അതിൻ്റെ പിന്നിലുള്ള കാര്യം എനിക്കറിയില്ല. എന്തായാലും എന്തൊക്കെയോ വലിച്ചു കയറ്റിയിട്ട് അല്ലെങ്കിൽ പള്ള നിറച്ച് മോന്തിയിട്ട് പ്രസംഗിക്കുന്ന ഒരു രീതിയിലാണ്. ഒന്ന് പറയുക, വേറൊരു സ്ഥലത്ത് വന്ന് മാറ്റിപ്പറയുക, ഇപ്പം പറഞ്ഞതിന് വേറൊരു സമയത്ത് മാറ്റിപ്പറയുക. എന്ത് ജാതി സാധനങ്ങളാണ്! ഇബ്ലീസിൻ്റെ ഒന്നാന്തരം അനുയായികളല്ലേ ഈ കൂട്ടർ. സുന്നികൾ ഐക്യപ്പെടുന്നു എന്ന് കേട്ടപ്പോൾ അതിന് പാര വെക്കാൻ വേണ്ടി
ശംസുൽ ഉലമയുടെ ആളുകളാണ് ഞങ്ങളെന്ന് പറഞ്ഞിട്ട് ശംസുൽ ഉലമ മുമ്പ് പറഞ്ഞതും മറ്റു ചില പണ്ഡിതന്മാർ മുമ്പ് പറഞ്ഞതുമൊക്കെ ഇപ്പം സമൂഹത്തെ കേൾപ്പിക്കാൻ. എന്തിന്? നമ്മൾ തിരിച്ച് അതേ നാണയത്തിൽ ശംസുൽ ഉലമയെ പറയണം, ചെറുശ്ശേരി ഉസ്താദിനെ പറയണം. നൗഷാദെ, ആ കലം അങ്ങോട്ട് വാങ്ങി വെച്ചേക്ക്, ആ പരിപ്പ് ഇവിടെ വേഗൂലട്ടോ. ഞങ്ങൾക്കറിയാം എങ്ങനെയാണ് സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത് എന്ന്. നിങ്ങൾ ഇബ്ലീസിൻ്റെ പണിയെടുത്തോളൂ, അത് നിങ്ങൾ എടുത്തുകൊണ്ടേയിരിക്കുമെന്ന് ഞങ്ങൾക്കറിയുന്നത് കൊണ്ട് തന്നെയാ ഈ പ്രസ്ഥാനത്തിൽ നിന്ന് പിടിച്ച് നിങ്ങളെ പുറത്തേക്കിട്ടതും. നിങ്ങൾ നന്നാകാനുള്ള സാധ്യത വളരെ വിരളമാണ്. എങ്കിലും ഞങ്ങൾ പ്രാർത്ഥിക്കാൻ, അള്ളാഹു നിങ്ങളെ നന്നാക്കി തരട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.